സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡം രാമരാവണ യുദ്ധം മുതൽ വിഭീഷണ രാജ്യാഭിഷേകം വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. യുദ്ധത്തിന് പുറപ്പെട്ട രാവണനെ തടഞ്ഞു നിർത്തിയിട്ട് മണ്ഡോദരി പറയുന്നു, ശ്രീരാമനെ ജയിക്കാൻ 3 ലോകത്തിലും ആർക്കും കഴിയില്ല എന്നങ്ങ് മനസ്സിലാക്കണം. അതായത് മോക്ഷദായകനായ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ശ്രീരാമൻ. വിഭീഷണന് രാജ്യവും നൽകുക, സീതയെ രാമന് കൊണ്ടേ കൊടുക്കുക. അതിനുശേഷം നമുക്ക് തപസ്സിന് വേണ്ടി കാട്ടിൽ പോയിട്ട് താമസിക്കാം, ശ്രീരാമൻ നിന്നോട് ക്ഷമിച്ചേക്കും എന്ന മണ്ഡോദരിയുടെ വാക്ക് കേട്ടിട്ട് ഉഗ്രപരാക്രമനായ രാവണൻ പറയാണ്, പുത്രന്മാർ, സഹോദരന്മാർ, മന്ത്രിമാർ, ബന്ധുക്കൾ മുതലായവരൊക്കെ ഞാൻ നിമിത്തം കൊല്ലപ്പെട്ടു. അതിനുശേഷം ഞാൻ കാട്ടിൽ പോയി ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കുന്നത് നല്ലതല്ല. വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ നടക്കുകയില്ല. ശ്രീരാമനോട് പൊരുതി ഞാൻ വൈകുണ്ഠ രാജ്യത്തിലെത്തും എന്ന് പറഞ്ഞ് സസന്തോഷം രാവണൻ യുദ്ധത്തിന് പുറപ്പെട്ടു. ആ സമയത്ത് പ്രധാന സൈന്യം യുദ്ധത്തിന് തയ്യാറായി പോർക്കളത്തിലെത്തി. ലങ്കേശ്വരനെ സഹായിക്കാനായി 10 പടനായകന്മാർ അസംഖ്യം ചതുരംഗപ്പടയോടുകൂടി വന്ന് രാവണനെ വണങ്ങിയിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. സമുദ്രം പോലെ പരന്നു വരുന്ന പെരുമ്പട കണ്ട് ഹനുമാൻ തുടങ്ങിയ വാനരന്മാർ ഭയന്ന് പിൻവാങ്ങി. അപ്പോൾ നീതിമാനായ ശ്രീരാമൻ പറഞ്ഞു, വാനരവീരന്മാരെ, നിങ്ങൾ ആരും അഭിമാനം കരുതി ഇവരെ എതിർക്കരുത്. ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോരാടി ഇവരെ ഒടുക്കിക്കൊള്ളാം. നിങ്ങൾ സന്തോഷത്തോടെ കണ്ടു നിൽക്കുവിൻ. ഇപ്രകാരം പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് രാക്ഷസ സേനയുടെ നേരെ ശ്രീരാമൻ അമ്പും വില്ലും ഏന്തി ചെന്ന് ശരവർഷം തുടങ്ങി. എത്ര രാക്ഷസന്മാരുണ്ടോ അത്രയും രാമന്മാരുണ്ട് എന്ന് തോന്നത്തക്ക വിധം പടക്കളം രാമമയമായി മാറി. എന്തൊരത്ഭുതം! ഓരോ രാക്ഷസനും തോന്നി ശ്രീരാമൻ തന്നോടാണ് പൊരുതുന്നത് എന്ന്. 12 നാഴിക ശ്രീരാമൻ രാക്ഷസപ്പടയോട് യുദ്ധം ചെയ്തു. ശ്രീരാമന്റെ ശരമാരിയാൽ രാവും പകലും തിരിച്ചറിയാൻ കഴിയാതെയായി. രാക്ഷസന്മാർ, വാനരന്മാർ, ഭൂമി, സമുദ്രം, വനം, പർവ്വതം എന്നിവയെല്ലാം ശരങ്ങൾ കൊണ്ട് മൂടി. ഭീമകായന്മാരായ രാക്ഷസന്മാർ, ആനകൾ, കുതിരകൾ, തേരാളികൾ, കാലാൾപ്പട എല്ലാം മരിച്ചു വീണ് പടക്കളം നിറഞ്ഞു. കാളികൂളികൾ, പിശാചുക്കൾ, കബന്ധങ്ങൾ, കാളരാത്രി, നായ്, നരി, കഴുകന്മാർ, കാക്കകൾ, പേ എന്നിവയുടെ കോലാഹലത്താൽ പോർക്കളം അതിഭീകരമായി. ശ്രീരാമന്റെ വില്ലിലെ മണിനാദം ആകാശത്തിൽ തുടർച്ചയായി മുഴങ്ങി. ദേവന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, അപ്സരസുകൾ, ദേവർഷിയായ നാരദൻ മുതലായ ആകാശ സഞ്ചാരികൾ ആനന്ദത്തോടെ ശ്രീരാമനെ സ്തുതിച്ചു. 12 നാഴിക നേരത്തെ യുദ്ധം കൊണ്ട് രാക്ഷസന്മാരെല്ലാം നിലത്തു വീണു. അപ്പോൾ മേഘത്തിനിടയിൽ നിന്ന് സൂര്യബിംബം പോലെ ശ്രീരാമൻ പ്രത്യക്ഷനായി. ലക്ഷ്മണൻ, വിഭീഷണൻ, സുഗ്രീവൻ, ഹനുമാൻ തുടങ്ങിയവർ ശ്രീരാമന്റെ ചുറ്റും നിന്ന് വന്ദിച്ചു. ശ്രീരാമൻ അവരോട് പറഞ്ഞു, ഇതുപോലെ വേഗത്തിൽ യുദ്ധം ചെയ്യാൻ നാരായണനും ശ്രീ പരമേശ്വരനും അല്ലാതെ മറ്റാരും ഇല്ല എന്ന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ നേരത്ത് ലങ്കയിലെ രാക്ഷസികൾ മുഴുവൻ യുദ്ധത്തിൽ വധിക്കപ്പെട്ട അച്ഛൻ, അനുജൻ, മകൻ, ഭർത്താവ് മുതലായവരെ ചൊല്ലി നിലവിളിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഇനി ആരാണ് ആശ്രയം? രാവണന്റെ വൃദ്ധയും വിരൂപയുമായ സഹോദരി ശൂർപ്പണഖ രാമനെ കണ്ട് മോഹിച്ചത് നിമിത്തമാണ് ഈ വലിയ ആപത്തിന് കാരണം. ഇതിന് മറ്റ് കാരണം ഒന്നുമില്ല. ആലോചിച്ചാൽ ശൂർപ്പണഖ ഇതിൽ കുറ്റക്കാരിയല്ല. ഭ്രാന്തൻ രാജാവായ രാവണനാണ് ഇതിനെല്ലാം കാരണം. 3.25 നാഴിക കൊണ്ട് ഖരാദികളെ വധിച്ചതും ഇന്ദ്രപുത്രനായ ബാലിയെ വധിച്ച് സുഗ്രീവനെ രാജാവായി വാഴിച്ചതും ഹനുമാൻ ഇവിടെ വന്ന് കാട്ടിയ പരാക്രമങ്ങളും സമുദ്രത്തിൽ ചിറകെട്ടി ഇക്കരയ്ക്ക് എത്തിയതും കാണുമ്പോൾ നമുക്ക് തോന്നിയതെല്ലാം ശരി തന്നെ. ആപത്ത് കാലത്ത് നല്ല വിചാരം ഉണ്ടാകുകയില്ല. തോന്നിയില്ലെങ്കിൽ അന്ന് വിഭീഷണൻ നല്ലത് പറഞ്ഞു കൊടുത്തതല്ലേ? അഹങ്കാരമത്തനായ ഇവൻ അത് ധിക്കരിച്ച് തള്ളി. വിഭീഷണൻ നല്ലവനും വിവേകമുള്ളവനുമാണ്. സത്യസന്ധനായ അവന് മേലിൽ നല്ലത് വരും. നീചനായ ഇവൻ സ്വന്തം വംശനാശത്തിനും തൻ്റെ മരണത്തിനുമാണ് ഇതൊക്കെ ചെയ്തത്. നല്ല പുത്രന്മാർ, അനുജന്മാർ, മന്ത്രിമാർ മുതലായവരെ എല്ലാം ഇവൻ കൊല്ലിച്ചു. ഇതിനൊക്കെ അവൻ അനുഭവിക്കും. പണ്ട് ഇവൻ ചെയ്തത് മുഴുവൻ മറന്നുപോയോ? ബ്രഹ്മസ്വവും ദേവസ്വവും എല്ലാം മര്യാദയില്ലാതെ ഇവൻ കൈവശമാക്കി. ഈ ദുഷ്ടൻ നാട്ടിലെ പ്രജകളെ ഉപദ്രവിച്ച് കാട്ടിലേക്ക് ഓടിച്ചു. അന്യായമായി ദിവസവും സമ്പത്ത് സമ്പാദിക്കുകയും മിത്രങ്ങളെ വെറുക്കുകയും ബ്രാഹ്മണരെ വധിക്കുകയും ധർമ്മിഷ്ഠരുടെ മുതലെല്ലാം കൈയടക്കുകയും ഗുരുജനങ്ങളെ നിന്ദിച്ച് അവരുടെ വെറുപ്പ് തേടുകയും ചെയ്ത ഇവൻ ആരോടും ഒരിക്കലും കാരുണ്യം കാട്ടിയിരുന്നില്ല. ഈ മഹാപാപി ചെയ്ത ദുഷ്പ്രവൃത്തികൾ നിമിത്തം ഇവൻ നമ്മെയും ദുഃഖത്തിലാഴ്ത്തി. ലങ്കാനഗരത്തിലെ സ്ത്രീകളുടെ വിലാപം കേട്ട് ദുഃഖാർത്തനായ രാവണൻ
എങ്കിൽ നാം ഇതാ ശത്രുക്കളെ കൊന്നൊടുക്കാൻ യുദ്ധത്തിന് പുറപ്പെടുന്നു. അത് കേട്ട് വിരൂപാക്ഷൻ, മഹോദരൻ, മഹാപാർശ്വൻ എന്നിവർ വടക്കേ ഗോപുരത്തിലൂടെ പുറത്തു കിടന്ന് വാനരപ്പടയ്ക്ക് നേരെ യുദ്ധം തുടങ്ങി. ദുർനിമിത്തങ്ങൾ കണ്ടതൊന്നും വകവയ്ക്കാതെ രാവണൻ ഗോപുരവാതിലിന് പുറത്തു വന്നു. വാനരന്മാർ ഉറച്ചു നിന്ന് രാക്ഷസരെ നേരിട്ടു. രാക്ഷസന്മാരും ശക്തിയായി പൊരുതി. സുഗ്രീവനും വിരൂപാക്ഷനും തമ്മിൽ ഉഗ്രമായി പോരാടി. തൻ്റെ വാഹനമായ ആനയെ സുഗ്രീവൻ കൊന്നത് കണ്ട് വിരൂപാക്ഷൻ വാളും പരിചയുമായി സുഗ്രീവന്റെ നേരെ പാഞ്ഞു ചെന്നു. സുഗ്രീവൻ ഒരു കുന്നെടുത്ത് അയാളുടെ നേർക്കെറിഞ്ഞു. നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് വിരൂപാക്ഷൻ സുഗ്രീവന്റെ മാറിൽ വെട്ടി. വർദ്ധിച്ച കോപത്തോടെ സുഗ്രീവൻ വിരൂപാക്ഷന്റെ നെറ്റിയിൽ ആഞ്ഞടിച്ച് അവനെ കൊന്നു. തുടർന്ന് തേരിൽ കയറി തന്നെ ആക്രമിക്കാൻ വന്ന മഹോദരന്റെ തേര് തകർത്ത് അവനെയും വധിച്ചു. അപ്പോൾ കോപത്തോടെ പാഞ്ഞെടുത്ത മഹാപാർശ്വനെ അങ്കദൻ കാലപുരിക്ക് അയച്ചു. ആ സമയം രാവണൻ കണ്ണുകൾ ഉയർത്തി നോക്കി. പോർക്കലി പൂണ്ടെത്തിയ രാവണൻ കവികളെ താമസാസ്ത്രം കൊണ്ട് വീഴ്ത്തി. ശ്രീരാമൻ ഐന്ദ്രാസ്ത്രം കൊണ്ട് താമസാസ്ത്രത്തെ തടുത്തു. പിന്നീട് രാവണൻ അയച്ച ആസുരാസ്ത്രമേറ്റ് വാനരന്മാരെല്ലാം തളർന്നു. ആന, പന്നി, കോഴി, കുറുക്കൻ, പട്ടി, പാമ്പ്, കാട്ടുപോത്ത്, കാക്ക, വാനരൻ, കുരങ്ങ്, സിംഹം, രുരു, ചെന്നായ്, കഴുകൻ എന്നിവയുടെ മുഖങ്ങളോട് കൂടിയതും മുൾത്തടി, പട്ടസം, വേല്, വെൺമഴു, വാൾ, ശൂലം, കുന്തം, അമ്പ് എന്നീ ആയുധങ്ങൾ വർഷിക്കുന്നതുമായ ആസുരാസ്ത്രം പടക്കളം മുഴുവൻ വ്യാപിച്ചപ്പോൾ അതിനെതിരെ ശ്രീരാമൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. കത്തുന്ന തീക്കൊള്ളികൾ, മിന്നൽ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, അഗ്നി എന്നീ രൂപങ്ങളിൽ പ്രകാശമയമായ ആഗ്നേയാസ്ത്രത്തിന്റെ മുമ്പിൽ ആസുരാസ്ത്രം പരാജിതമായി. അപ്പോൾ മയം നൽകിയ വലിയൊരു ആയുധം രാവണൻ പ്രയോഗിച്ചു. അത് ശ്രീരാമൻ ഗന്ധർവാസ്ത്രം കൊണ്ട് ശാന്തമാക്കി. തുടർന്ന് രാവണൻ സൗര്യാസ്ത്രം തൊടുത്തു. ശ്രീരാമൻ ധൈര്യസമേതം പ്രത്യസ്ത്രമെയ്ത് അതും ഖണ്ഡിച്ചു. രാവണൻ സൂര്യകിരണങ്ങളെപ്പോലെ രൂക്ഷമായ 10 ശരങ്ങൾ കൊണ്ട് ശ്രീരാമന്റെ മർമ്മങ്ങളിൽ മുറിവേൽപ്പിച്ചു. ശ്രീരാമൻ 100 ശരങ്ങളെയ്ത് രാവണന്റെ ശരീരം കീറിമുറിച്ചു. ലക്ഷ്മണൻ 7 ശരം പ്രയോഗിച്ച് രാവണന്റെ കൊടിമരം ഖണ്ഡിച്ചു വീഴ്ത്തി. 5 ശരം കൊണ്ട് സൂതനെ കൊന്നിട്ട് രാവണന്റെ വില്ലു മുറിച്ചു. വിഭീഷണൻ തേർക്കുതിരകളെ ഗത കൊണ്ട് അടിച്ചു കൊന്നു. തേരിൽ നിന്നും പുറത്തു ചാടിയ ക്രുദ്ധനായ രാവണൻ വിഭീഷണന്റെ നേർക്ക് വേൽ പ്രയോഗിച്ചു. 3 അമ്പുകൾ കൊണ്ട് ആ വേൽ നുറുങ്ങി നിലത്തു വീണു. അപ്പോൾ വിഭീഷണനെ കൊല്ലാൻ വേണ്ടി രാവണൻ തനിക്ക് മയനിൽ നിന്ന് ലഭിച്ച വേൽ എറിയാൻ ഓങ്ങിയപ്പോൾ ലക്ഷ്മണൻ മുന്നിൽ കയറി രാവണന്റെ ശരീരമാകെ മുറിവേൽപ്പിച്ചു. രക്തത്തിൽ കുളിച്ച വിവശനായ രാവണൻ കോപത്തോടെ ലക്ഷ്മണനോട് പറഞ്ഞു, കൊള്ളാം, നീ വിഭീഷണനെ രക്ഷിച്ച രീതി വളരെ നന്നായി. എന്നാൽ ഇതാ ഞാനൊരു ശക്തി പറയുമ്പോൾ വേല് നിന്റെ നേർക്ക് അയക്കുന്നു. നിനക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഇത് ഖണ്ഡിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ ലക്ഷ്മണന്റെ നേർക്ക് വേലെറിഞ്ഞു. അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കാൻ കഴിയാതെ വേൽ മാറിൽ തറച്ചു കയറി. ഭീതനായ ലക്ഷ്മണൻ നിലത്തു വീണു. ഇത് കണ്ട രാമൻ വിഷണ്ണനായി. ശക്തി വലിച്ചൂരാൻ വാനരന്മാർക്ക് ആർക്കും കഴിവില്ല എന്ന് കണ്ട് ശ്രീരാമൻ കോപത്തോടെ വേൽ വലിച്ചൂരി ഒടിച്ച് ദൂരെ എറിഞ്ഞു. അനന്തരം സുഗ്രീവൻ, സുഷേണൻ, ഹനുമാൻ മുതലായവരോട് ഇപ്രകാരം പറഞ്ഞു. ഇവിടെ ഈ സുഷേണൻ പറയുന്നത് താരയുടെ അച്ഛനാണ് എന്നാണ് പറയുന്നത്. പാലാഴിമദന വേളയിലുണ്ടായ അയോനിജയാണ് താര എന്നാണ് പ്രസിദ്ധി. താര പാലാഴിമദനത്തിൽ നിന്നും പൊങ്ങി വന്ന ഉടനെ സുഷേണനും ബാലിയും അവളുടെ ഓരോ കൈ കടന്നു പിടിച്ചു. അപ്പോൾ ദേവന്മാർ അവളുടെ കൈകളെ സുഷേണ ബാലികൾ പിടിച്ചതനുസരിച്ച് സുഷേണൻ അവളുടെ പിതാവിന്റെ സ്ഥാനത്തിനും ബാലി ഭർത്തൃസ്ഥാനത്തിനും യോഗ്യന്മാരാണ് എന്ന് വിധിച്ചു. അങ്ങനെ സുഷേണൻ താരയെ താതനായി പ്രസിദ്ധി നേടി. രാമായണ വ്യാഖ്യാനത്തിലുള്ളതാണിത്. പാടൂർ നാരായണ മേനോന്റെ വ്യാഖ്യാനത്തിലുള്ളതാണ്. ഇനി കഥ നോക്കാം. നിങ്ങൾ എല്ലാവരും ചുറ്റുമിരുന്ന് ലക്ഷ്മണനെ പരിചരിക്കുക. ഇപ്പോൾ ദുഃഖിക്കാനുള്ള സമയമല്ല. ആരും വിഷമിക്കരുത്. ഞാൻ രാവണനെ വധിക്കുന്നുണ്ട്. എല്ലാവരും ശുഭചിന്തയോടെ ഇവിടെ ഇരുന്ന് എൻ്റെ കൈമിടുക്ക് കണ്ടുകൊള്ളുവിൻ. ബാലിയെ വധിച്ചതും സുഗ്രീവാദികളോട് ഒരുമിച്ച് കടലിൽ ചിറകേറ്റി ഇവിടെ വന്നതും രാക്ഷസന്മാരെ കൊന്നതും രാവണ വധത്തിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ അവൻ നേർക്കുനേർ എത്തിയിരിക്കുകയാണ്. ഇനി രാവണനും രാമനും ഒരുമിച്ച് ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല. ഞാൻ സൂര്യവംശത്തിൽ ജനിച്ചവനാണെങ്കിൽ രാവണനെ വധിക്കും തീർച്ച. ഞാൻ ആയുധപാണിയാണെങ്കിൽ 7 സമുദ്രങ്ങളും 7 പർവ്വതങ്ങളും 7 ഭൂഖണ്ഡങ്ങളും സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും എല്ലാം ഉള്ള കാലം വരെ നിലനിൽക്കുന്ന കീർത്തി വളരും വിധത്തിൽ ഞാൻ അവനെ പോരിൽ വധിക്കും. ദേവന്മാർ, അസുരന്മാർ, നാഗങ്ങൾ, ചാരണന്മാർ, താപസന്മാർ എല്ലാവരും എൻ്റെ ബലം കണ്ടറിയണം.
ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ അസ്ത്രങ്ങളയച്ച് രാവണനോട് പോരു തുടങ്ങി. രാവണനും ഉത്സാഹത്തോടെ അതുപോലുള്ള ശരങ്ങളെയ്തു. രാമനും രാവണനും മരി ചൊരിയുന്നത് പോലെ ബാണങ്ങളയച്ച് യുദ്ധം ചെയ്തു. അവരുടെ ഞാണൊലി 3 ലോകത്തിലും മുഴങ്ങി. ലക്ഷ്മണൻ മരിച്ചു കിടക്കുന്ന കാര്യമോർത്ത് ദുഃഖിതനായ ശ്രീരാമൻ താരയുടെ പിതാവായ തുഷേണനോട് ഇങ്ങനെ പറഞ്ഞു: യുദ്ധം ചെയ്യാൻ എനിക്ക് ധൈര്യം തോന്നുന്നില്ല. ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് അനുജനോടൊപ്പം ഭരിക്കുന്നതാണ്. എൻ്റെ പിടി വില്ലിൽ മുറുകുന്നില്ല. നമ്മുടെ ശക്തി കുറഞ്ഞിരിക്കുന്നു. നിൽക്കാൻ കൂടി പ്രയാസമുണ്ട്. എല്ലാം കൊണ്ടും പരിഭ്രമം കൂടി വരുന്നു. ഈ ദുഷ്ടനെ കൊല്ലാൻ ഒരു വഴിയും കാണുന്നില്ല. അഭിമാനവും നഷ്ടമായി. ഇതെല്ലാം കേട്ട തുഷേണൻ ശ്രീരാമനോട് പറഞ്ഞു: ദേഹത്തിന്റെ നിറം മാറിയിട്ടില്ല. വെറും മോഹാത്സ്യമാണോ ഇത്? മുഖം, കണ്ണുകൾ എന്നിവയ്ക്കും മാറ്റമൊന്നുമില്ല. വിഷമം തീർന്ന് അനുജൻ ഇപ്പോൾ ഉണരും. പിന്നീട് തുഷേണൻ ആലോചിച്ചിട്ട് ഹനുമാനോട് പറഞ്ഞു: മുമ്പിലത്തെ പോലെ വിശല്യകരണി എന്ന മരുന്ന് വേഗം കൊണ്ടുവരിക. ഹനുമാൻ ഉടനെ പോയി വിശല്യകരണി എന്ന ഔഷധം കൊണ്ടുവന്നു. തുഷേണൻ മരുന്ന് പിഴിഞ്ഞെടുത്ത് ലക്ഷ്മണന് നസ്യം ചെയ്തു. ലക്ഷ്മണൻ ക്ഷീണം തീർന്ന് എഴുന്നേറ്റു. ഹനുമാൻ ഔഷധസത്യമുള്ള പർവ്വതം എടുത്തുകൊണ്ടുപോയി മുമ്പിരുന്ന സ്ഥിതിയിൽ വെച്ചു. ലക്ഷ്മണൻ ശ്രീരാമനെ ചെന്ന് വണങ്ങി. അനുജനെ ജ്യേഷ്ഠൻ മുറുകെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു: നിന്റെ പാരവശ്യം കണ്ട് എൻ്റെ ധൈര്യമെല്ലാം പോയി. അത് കേട്ട ലക്ഷ്മണൻ പറഞ്ഞു: അങ്ങ് ഒരു കാര്യം ഓർക്കണം. രാവണവധം നടത്തി ലോകരെ രക്ഷിക്കാമെന്ന് മുനിമാരോട് ചെയ്ത സത്യം വെറുതെ ആകാൻ പാടില്ല. 3 ലോകത്തിനും ഉപദ്രവകാരിയായി ഇവനെ കൊന്ന് 3 ലോകങ്ങളും സംരക്ഷിക്കണം. ലക്ഷ്മണൻ പറഞ്ഞത് കേട്ടിട്ട് ശ്രീരാമൻ വളരെ വേഗം ചെന്ന് രാവണനോട് പോരു തുടങ്ങി. ഭൂമിയിൽ നിന്നുകൊണ്ട് ശ്രീരാമനും തേരിലിരുന്നു കൊണ്ട് രാവണനും അതിഘോരമായി യുദ്ധം ചെയ്തു. നിലത്തു നിന്ന് പൊരുതുന്നത് ശ്രീരാമന് കുറവാണ് എന്ന് നാരദാദി ദേവർഷികൾ പറഞ്ഞതനുസരിച്ച് ഇന്ദ്രൻ വലിയ സംഭ്രമത്തോടെ മാതുലിയോട് പറഞ്ഞു: നീ എൻ്റെ തേര് വേഗം കൊണ്ടുപോയി ശ്രീരാമന് നൽകുക. അദ്ദേഹത്തിൻ്റെ ഇതമനുസരിച്ച് തേരോടിക്കുകയും ചെയ്യുക. മാതലി ഉടനെ തേരുമായി ഭൂമിയിലെത്തി ശ്രീരാമനോട് പറഞ്ഞു: രാവണനോടുള്ള യുദ്ധത്തിൽ ഇന്ദ്രന്റെ ആജ്ഞ അനുസരിച്ച് അങ്ങേക്ക് തേരുമായി വിട കൊണ്ടതാണ്. അങ്ങ് തേരിൽ കയറുക. ഞാൻ വായുവേഗത്തിൽ തേരോടിക്കാം. അത് കേട്ട ശ്രീരാമൻ രഥം തൊട്ടു ബന്ധിച്ചിട്ട് തേരിൽ കയറി. തന്നോട് തുല്യനിലയിൽ നിൽക്കുന്ന രാമനെ കണ്ടിട്ട് രാവണൻ ആകാശത്തേക്ക് നോക്കി. തേര് കൊടുത്തയച്ച് രാമനെ സഹായിച്ച ഇന്ദ്രനോടുള്ള കോപം കൊണ്ടാകണം ആ നോട്ടം. തൻ്റെ നേരെ പേമാരി പോലെ ശരമയച്ച രാവണന്റെ നേർക്ക് ശ്രീരാമൻ ഗന്ധർവാസ്ത്രം എയ്തു. രാവണൻ രാമന്റെ നേരെ രാക്ഷസാസ്ത്രം പ്രയോഗിച്ചു. തുടർന്ന് രാവണൻ രൂക്ഷവും ഭയങ്കര നാഗങ്ങളടങ്ങിയതുമായ നാഗാസ്ത്രവും അതിനെ തടുത്തുകൊണ്ട് ശ്രീരാമൻ ഗരുഡാസ്ത്രവും എയ്തുവിട്ടു. രാവണൻ മാതലിയുടെ നേർക്ക് ശരങ്ങളയച്ചു. കൊടിമരം മുറിച്ചു. കുതിരകൾക്കും അമ്പുകളേറ്റു. യുദ്ധം അതിഭയങ്കരമായി. ശ്രീരാമൻ കൈകാൽ തളർന്ന് തേർത്തെടുത്ത് നിൽക്കുന്നത് കണ്ട് കൈകസീപുത്രനായ വിഭീഷണൻ വളരെ ദുഃഖാകുലനായി. ലോകരെല്ലാം അതികഠിനമായി ദുഃഖിച്ചു. ഇതോടെ നിന്നെ കാലപുരിക്ക് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ അയച്ച ശൂലം അസ്ത്രം കൊണ്ട് തടുത്താൽ പോരാ എന്ന് കരുതി ശ്രീരാമൻ ഇന്ദ്രന്റെ തേരിലിരുന്ന ഒരു ശക്തിപർവ വേല നേരത്തെ പറഞ്ഞല്ലോ, ആ വേലെടുത്ത് പ്രയോഗിച്ച് 100 കഷ്ണങ്ങളാക്കി മുറിച്ചു വീഴ്ത്തി. രാവണന്റെ തേർ കുതിരകളെ ശസ്ത്രങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ചു. ഭയന്ന തേരാളികൾ പോർക്കളത്തിൽ നിന്ന് തേരുമാറ്റി കൊണ്ടുപോയി. കുറെ കഴിഞ്ഞ് ക്ഷീണം മാറിയപ്പോൾ രാവണൻ തേരാളിയോട് പറഞ്ഞു: നീ പരിഭ്രാന്തനായി പോരിൽ നിന്നും പിന്തിരിഞ്ഞത് എന്തിനായിരുന്നു? ഞാൻ അത്രയ്ക്ക് ദുർബലനായോ? ശത്രുക്കളോട് എതിർത്തിട്ടുള്ളപ്പോൾ ഞാൻ ആരോടെങ്കിലും തോറ്റ് ഓടി ഒളിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? നീ ഇനിമേൽ എൻ്റെ സൂതനല്ല, നീ രാമന്റെ ബന്ധുവാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് തേരാളി പറഞ്ഞു: രാമനോട് സ്നേഹവും എൻ്റെ സ്വാമിയോട് വെറുപ്പും തോന്നിയിട്ടല്ല ഞാൻ ഇത് ചെയ്തത്. രാമനോട് പൊരുതുമ്പോൾ അങ്ങ് ക്ഷീണിച്ച് അവശനാകുന്നത് ഞാൻ കണ്ടു. അങ്ങയോട് വളരെ സ്നേഹമുള്ളതിനാൽ അല്പനേരം പോർക്കളത്തിൽ നിന്നും മാറി നിന്നിട്ട് വീണ്ടും പോരിന് പോകാം എന്ന് കരുതി ഞാൻ തേര് മാറ്റി നിർത്തിയതാണ്. മഹാരഥന്മാരുടെയും തേർ കുതിരകളുടെയും ക്ഷീണം, പോർക്കളത്തിൻ്റെ നിമ്നോന്നത സ്ഥിതി, ശത്രുക്കളുടെ ജയപരാജയ കാലം എന്നിവയെല്ലാം യഥാസമയം മനസ്സിലാക്കി തേരോടിക്കുന്നവനാണ് സമർത്ഥനായ തേരാളി. ഇത് കേട്ട് സന്തുഷ്ടനായ രാവണൻ സൂതനെ ആലിംഗനം ചെയ്തിട്ട് തൻ്റെ കൈവള അവന് സമ്മാനമായി നൽകി. അതിനുശേഷം പറഞ്ഞു: ഇനി വേഗം തേര് കൂട്ടുക. ഇനി ഒന്നുകൊണ്ടും ഞാൻ പിന്മാറുന്നതല്ല. ഇന്നോ നാളെയോ യുദ്ധത്തിൽ 2-1 തീർച്ചയാകും. സൂതൻ അതിവേഗം തേരോടിച്ച് പോർക്കളത്തിലെത്തി. രാമനും അതികോപത്തോടെ പോരു തുടങ്ങി. ഇരുവരും തമ്മിൽ ഏറ്റു പൊരുതിയപ്പോൾ എല്ലായിടവും അമ്പുകൾ കൊണ്ട് നിറഞ്ഞു. ഇനി അഗസ്ത്യാഗമനവും ആദിത്യ സ്തുതിയും എന്ന ഭാഗം. ഇങ്ങനെ ഭയങ്കരമായ യുദ്ധം നടക്കുന്നതിനിടയിൽ എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ ആകാശത്ത് നിന്ന്
സൂര്യതുല്യമായ ശോഭയുള്ള അഗസ്ത്യ മഹർഷി ശ്രീരാമന്റെ തേരിൽ വന്നിറങ്ങി. ശ്രീരാമൻ മഹർഷിയെ വന്ദിച്ചു. അഗസ്ത്യ മഹർഷി സന്തോഷപൂർവ്വം ശ്രീരാമനോട് പറഞ്ഞു, നിന്റെ അഭ്യുദയത്തിനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത്. നിന്റെ ആദിഭൗതികവും ആദിദൈവികവും ആധ്യാത്മികവുമായ ദുഃഖങ്ങളും ആപത്തുകളും അകന്നുപോകും. ശത്രുനാശവും രോഗനാശവും ഉണ്ടാകും. ആയുസ്സും സൽകീർത്തിയും വർദ്ധിക്കും. അതിനുവേണ്ടി അത്യുത്തമമായ ആദിത്യ ഹൃദയ മന്ത്രം നിത്യവും ജപിക്കുക. ദേവന്മാർ, അസുരന്മാർ, നാഗങ്ങൾ, ചാരണന്മാർ, കിന്നരന്മാർ, താപസന്മാർ, ഗുഹ്യകർ, യക്ഷന്മാർ, രക്ഷസുകൾ, കിംപുരുഷർ, അപ്സരസുകൾ, മനുഷ്യർ തുടങ്ങിയവരെല്ലാം അഭ്യുദയത്തിനു വേണ്ടി സൂര്യനെയാണ് ഭജിക്കുന്നത്. ഇവിടെ ചാരണന്മാർ പറഞ്ഞ ദേവഗായകരായ ഉപദേവവർഗം, കിന്നരന്മാര് ഉപദേവതകളിലെ ഒരു വിഭാഗം, ഗുഹ്യകർ പറയുമ്പോൾ കുബേരന്റെ നിധി കാവൽക്കാരായ ഉപദേവന്മാരാണ്. താപസന്മാർ പിന്നെ നമുക്കറിയാം മുനിമാര്, കിംപുരുഷന്മാർ ഉപദേവന്മാർ, യക്ഷന്മാർ, രക്ഷസുകൾ, ഭൂതങ്ങൾ, അപ്സരസുകൾ, മനുഷ്യ തുടങ്ങിയവരൊക്കെ എന്നാണ് ഇവിടെ നേരത്തെ പറഞ്ഞത്. ആദിത്യദേവൻ തന്നെയാണ് സകല ദേവകളും. സ്വന്തം രശ്മികളാൽ 14 ലോകങ്ങളെയും സംരക്ഷിക്കുന്നതും കൽപ്പാന്തകാലത്ത്, അതായത് പ്രളയകാലത്ത് സകലതും ഭക്ഷിക്കുന്നതും അല്ലെങ്കിൽ തന്നിൽ ലയിപ്പിക്കുന്നതും ആ ദേവൻ തന്നെ. ബ്രഹ്മാവ്, വിഷ്ണു, ശ്രീ പരമേശ്വരൻ, സുബ്രഹ്മണ്യൻ, പ്രജാപതികൾ, ഇന്ദ്രൻ, അഗ്നി, കാലൻ, നിറുതി, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ, നക്ഷത്രങ്ങൾ, ദിഗ്ഗജങ്ങൾ, ഗണപതി, ആര്യൻ, കാമദേവൻ, താരാഗണങ്ങൾ, ഗ്രഹങ്ങൾ, അശ്വിനി ദേവകൾ, അഷ്ടവസുക്കൾ, വിശ്വദേവന്മാർ, സിദ്ധന്മാർ, സാധ്യന്മാർ, പിതൃക്കൾ, മനുക്കൾ, ദാനവന്മാർ, നാഗങ്ങൾ, വാരം, മാസം, ഋതു, സംവത്സരം, കൽപ്പം എന്നിവയെ സൃഷ്ടിക്കുന്നവൻ എല്ലാം ഈ സൂര്യൻ തന്നെ. നേരത്തെ പറഞ്ഞ ആര്യൻ പറയുമ്പോൾ സാവണ്യ മനുവിന്റെ ഒരു പുത്രനാണ്. ദേവവൈദ്യന്മാരാണ് അശ്വിനി ദേവകള്. അഷ്ടവസുക്കള് ദക്ഷന് വസു എന്ന പുത്രിയിൽ ജനിച്ച 8 പേരാണ്. കശ്യപന്റെ മക്കളാണെന്നും ദക്ഷന്റെ മകളായ വസുവിൽ ധർമ്മനുണ്ടായ പുത്രന്മാരാണെന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ വിശ്വദേവന്മാര് ശ്രാദ്ധവുമായി ബന്ധമുള്ള ഒരു കൂട്ടം ദേവന്മാരാണ്. വസു, സത്യൻ, ക്രതു, ദക്ഷൻ, കാലൻ, കാമി, ധൃതി, കുരു, പുരൂരവസ്, മാതുരവസ് എന്നിവരാണ്. പിന്നെ സാധ്യന്മാര് ഒരു ഉപദേവത ഗണം. മനു പറയുമ്പോൾ മനുഷ്യരുടെ ആദിപിതാവ്. പുരാണപ്രകാരം ഇവർ 14 പേരുണ്ട്. 14 മനുക്കളാണല്ലോ. വാരം, മാസം, ഋതു. വാരം പറയുമ്പോൾ ആഴ്ചകള്, മാസങ്ങള്, പിന്നെ ഋതു, സംവത്സരം, കൽപ്പം. അങ്ങനെ ഋതു പറയുമ്പോൾ 2 മാസം, സംവത്സരം 1 വർഷം, കൽപ്പം പറഞ്ഞ 1000 മഹായുഗം. ഈ പറഞ്ഞതില് മിക്കതും സൂര്യന്റെ പര്യായങ്ങളാണ്. ദ്വാദശാത്മാ എന്ന് പറയുമ്പോൾ 12 രൂപത്തോട് കൂടിയവൻ. ഓരോ മാസത്തിലും ഓരോ രൂപത്തിൽ സൂര്യൻ പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത്. അരുണൻ, സൂര്യൻ, വേദാംഗൻ, ഭാനു, ഇന്ദ്രൻ, രവി, ഗപസ്തി, യമൻ, സുവർണരേതസ്, ദിവാകരൻ, മിത്രൻ, വിഷ്ണു. ചില സ്ഥലങ്ങളിലൊക്കെ ദ്വാദശാദിത്യന്മാർക്ക് പല പാഠഭേദങ്ങളും പറയുന്നുണ്ട്. സൂര്യ നമസ്കാരത്തിൽ ജപിക്കപ്പെടുന്ന ആദിത്യന്മാര് മിത്രൻ, രവി, സൂര്യൻ, ഭാനു, ഖഗൻ, പുഷൻ, ഹിരണ്യഗർഭൻ, മരീചൻ, ആദിത്യൻ, സവിതാവ്, അർക്കൻ, ഭാസ്കരൻ. ഇവർ അതിഥിയുടെ 12 പുത്രന്മാരാണ്. ഇനി കഥ നോക്കാം. സൂര്യൻ വേദാന്ത വേദ്യനും വേദാത്മകനും വേദാർത്ഥ വിഗ്രഹനും വേദജ്ഞന്മാരാൽ സേവിതനുമാണ്. പുഷാവും വിഭാകരനും മിത്രനും പ്രഭാകരനും ചന്ദ്രന് പ്രകാശം നൽകുന്നവനും ത്വഷ്ടാവും ദിനകരനും ഭാസ്കരനും നിത്യനും അഹസ്കരനുമായ ഈശ്വരനും സൂര്യൻ തന്നെ. സകലതിനും സാക്ഷിയും സമസ്ത ലോകങ്ങളെയും കാണുന്നവനുമാണ് സൂര്യൻ. ഭാസ്വാനും വിവസ്വാനും നഭസ്വാനും ഗപസ്തിവാനുമായ സൂര്യൻ നിത്യനും മംഗളപ്രദനും ശരണ്യനുമാണ്. ലോകത്തെ തണുപ്പിൽ നിന്ന് രക്ഷിക്കുന്നവനും കൂരിരുട്ട് അകറ്റുന്നവനും ദുഃഖനാശകനും ദൃശ്യവും അദൃശ്യവുമായ രൂപമുള്ളവനുമാണ്. ഹിരണ്യഗർഭനും ഹിരണ്യേന്ദ്രിയനും ദാനപ്രിയനുമാണ്. സനാതനനും സഹസ്രാംശവുമായ സൂര്യൻ. സപ്താശ്വനും വെള്ളക്കുതിരകളുള്ളവനും സകലേശ്വരനും ഉറങ്ങുന്നവരെ ഉണർത്തുന്നവനുമാണ് ആദിത്യൻ. ആദിത്യനും അർക്കനും ജ്യോതിർമയനും തപനനും സവിതാവും രവിയും വിഷ്ണുവും വികർത്തനനും വിരോചനനും പ്രദ്യോതനനും ഗദ്യോതനും അദ്വയനും വിദ്യാവിനോദനും വിഭാവസുവും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരകനുമായ സൂര്യഭഗവാൻ വിശ്വവന്ദ്യനും മഹാവിശ്വരൂപനുമാണ്. ലോകൈക നായകനായ ഭഗവാൻ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഭജിക്കുന്നവർക്ക് സൽഗതി നൽകുന്നു. ചണ്ഡകിരണനും സംസാര സാഗരം തരണം ചെയ്യുന്നതിനുള്ള തരണിയും
ദിനമണിയും താമരപ്പൂ വിടർത്തുന്നവനും ദ്വാദശാത്മകനും പരമാത്മാവും ആദിദേയനും ലോകത്തെ ആദിജാതനും ശിവനും കേവലാത്മാവും ഓങ്കാര സ്വരൂപനുമാണ്. നാരദാദി സേവിതനും ജ്ഞാനസ്വരൂപനും അജ്ഞാന വിനാശകനുമായ ആദിത്യദേവനെ നീ എപ്പോഴും ഭക്തിപൂർവം ധ്യാനിച്ച് നമസ്കരിക്കുക. ഇനി ആദിത്യ ഹൃദയമന്ത്രം. ആദിത്യ ഹൃദയത്തിന്റെ സാരാണ് ഇവിടെ പറയുന്നത്. സന്താപനാശകരനും അന്ധകാരത്തിന്റെ അല്ലെങ്കിൽ അജ്ഞാനത്തിന്റെ അന്തകനും ചിന്താമണിയും ചിദാനന്ദനും നിഹാരനാശകരനും മോഹവിനാശകരനും ശാന്തനും രൗദ്രനും സൗമ്യനും ഘോരനും കാന്തിമത്തായവർക്ക് കാന്തി പകർന്നു കൊടുക്കുന്നവനും സ്ഥാവര ജംഗമങ്ങളുടെ ആചാര്യനും ദേവനും വിശേക സാക്ഷിയും സത്വഗുണപ്രധാനനും തത്വാത്മകനും സത്യസ്വരൂപനുമായ ആദിത്യ ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. ഇങ്ങനെ ആദിത്യ ഹൃദയം ജപിച്ച് നീ വേഗം ശത്രുസംഹാരം നടത്തുക. അഗസ്ത്യ മഹർഷിയുടെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ ശ്രീരാമൻ വർദ്ധിച്ച ഭക്തിയോടെ തൊഴുതു. അനന്തരം അഗസ്ത്യൻ വിമാനത്തിൽ കയറി നാരദ മഹർഷിയുടെ സമീപത്ത് എത്തി. ഇനി രാവണവധം എന്ന ഭാഗം. ശ്രീരാമൻ മാതലിയോട് അരുളി ചെയ്തു, നീ വിഷമം കൂടാതെ തേര് തെളിക്കുക. രാവണന് ചാഞ്ചല്യമൊന്നും ഉണ്ടായില്ല. ദിക്കുകൾ പൊടികൊണ്ട് മൂടി, അമ്പുകൾ എല്ലായിടവും നിറഞ്ഞു. ശ്രീരാമൻ രാവണന്റെ കൊടിമരം മുറിച്ചു വീഴ്ത്തി. ക്രുദ്ധനായ രാവണൻ മാതലിയുടെയും കുതിരകളുടെയും മേൽ ധാരാളം ശരങ്ങളയച്ചു. ശൂലം, മുസലം, ഗദ തുടങ്ങിയ ആയുധങ്ങളും പ്രയോഗിച്ചു. ശ്രീരാമൻ അവയെല്ലാം മുറിച്ചുകൊണ്ട് മുന്നോട്ട് അടുത്തു. ഏറ്റവും അടുത്തെത്തിയും അകന്നും വലം വെച്ചും ഇടം തിരിഞ്ഞും കുറച്ചു പിന്മാറിയും തേരാളികളുടെ തേരോടിക്കാനുള്ള സാമർഥ്യവും പോരാളികളുടെ യുദ്ധസാമർഥ്യവും കണ്ടിട്ട് പണ്ടും അതിനുശേഷവും ഇതുപോലൊരു യുദ്ധം നാം കണ്ടിട്ടില്ല എന്ന് ദേവാദികൾ പുകഴ്ത്തി. കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞ് നാരദൻ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. രാമരാവണ യുദ്ധം കണ്ട് 3 ലോകത്തിലുള്ളവരും ഭയന്നു. വായു അടങ്ങി, സൂര്യൻ മറഞ്ഞു, ഭൂമി കുലുങ്ങി, സമുദ്രം ഇളകി മറിഞ്ഞു. പാതാളവാസികൾ നടുങ്ങി. സമുദ്രം സമുദ്രത്തോടും ആകാശം ആകാശത്തോടും പൊരുതിയാൽ പോലും രാമരാവണ യുദ്ധത്തിന് തുല്യമാവുകയില്ല. രാമരാവണ യുദ്ധത്തിന് തുല്യം അത് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ദേവാദികൾ പുകഴ്ത്തി. അപ്പോൾ ശ്രീരാമൻ രാവണന്റെ ഒരു തല മുറിച്ച് ഭൂമിയിൽ വീഴ്ത്തി. ഉടൻ തന്നെ ആ തല വീണ്ടും മുളച്ചു വന്നു. രണ്ടാമതും ശ്രീരാമൻ അത് മുറിച്ചിട്ടു, വീണ്ടും തലയുണ്ടായി. ഇങ്ങനെ 101 തലകൾ അറുത്തിട്ടു എങ്കിലും രാവണന്റെ 10 തലകളിൽ ഒന്നുപോലും കുറഞ്ഞില്ല. രാവണന്റെ തപോബലം അത്യത്ഭുതകരം തന്നെ. കുംഭകർണൻ, മകനാക്ഷൻ, കരൻ, ബാലി, മാരീചൻ മുതലായ ദുഷ്ടരെ കൊന്ന രാമബാണത്തിന് ഇന്ന് രാവണനെ കൊല്ലാൻ മടി തോന്നിയത് എന്തുകൊണ്ടാണ്? രാവണനെ കൊല്ലാൻ ഉപായമൊന്നും കാണുന്നില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശ്രീരാമൻ വീണ്ടും രാവണന്റെ നേർക്ക് ധാരാളം ബാണങ്ങൾ എയ്തു. രാവണനും ശ്രീരാമന്റെ മേൽ നിരവധി ശരങ്ങൾ അയച്ചു. അപ്പോൾ ശ്രീരാമന്റെ മനസ്സിൽ ഒരു വിചാരമുണ്ടായി. അതോടെ തൻ്റെ നേർക്ക് വന്ന ശരങ്ങളെല്ലാം പുഷ്പതുല്യങ്ങളായി. രാവണന്റെ ശക്തിയും കുറഞ്ഞു തുടങ്ങി. 7 ദിവസം മുഴുവൻ അത്യന്തം രോഷത്തോടെ യുദ്ധം തുടർന്നു. അപ്പോൾ മാതലി തൊഴുതുകൊണ്ട് ശ്രീരാമനോട് പറഞ്ഞു, അങ്ങോട്ടും വിഷമിക്കരുത്. മുമ്പ് അഗസ്ത്യ മഹർഷി ഉപദേശിച്ച ബ്രഹ്മാസ്ത്രം കൊണ്ട് ഇവനെ വധിക്കാൻ കഴിയും. മാതലി പറഞ്ഞത് കേട്ട് ശ്രീരാമൻ പറഞ്ഞു, നീ എന്നോട് പറഞ്ഞു നന്നായി. ഇന്ന് തന്നെ ഞാൻ രാവണനെ കൊല്ലുന്നുണ്ട്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ ബ്രഹ്മാസ്ത്രം എടുത്തു കൊടുത്തു. സൂര്യനും അഗ്നിയും അസ്ത്രത്തിന്റെ മുനയിലും വായു തൂവലും മന്ദരം, മേരു എന്നീ പർവ്വതങ്ങൾ മധ്യവുമായിട്ടുള്ള ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ബ്രഹ്മാസ്ത്രം വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ജപിച്ച് ശ്രീരാമൻ രാവണന്റെ നേർക്കയച്ചു. രാവണന്റെ ഹൃദയം പിളർന്നതിന് ശേഷം ഭൂമിയെയും ഭേദിച്ച് കടലിലെത്തി മുങ്ങി ചോര കഴുകി കളഞ്ഞതിന് ശേഷം വായുവേഗത്തിൽ വന്ന ശരം ശ്രീരാമന്റെ അവനാഴിയിൽ പ്രവേശിച്ചത് അത്ഭുതകരമായി എല്ലാവർക്കും തോന്നി. വൻമരം വീഴുന്നത് പോലെ രാവണൻ തേരിൽ നിന്നും മറിഞ്ഞു വീണു. സന്തുഷ്ടരായ ദേവന്മാർ കൽപ്പകവൃക്ഷത്തിലെ പുതുപൂക്കൾ ശ്രീരാമന്റെ ശിരസിൽ ചൊരിഞ്ഞു. ഇന്ദ്രന്റെ കണ്ണുകളെല്ലാം തെളിഞ്ഞു. ബ്രഹ്മാവും സന്തുഷ്ടനായി. സൂര്യൻ നേരെ ഉദിച്ചു. വായു മന്ദമായി വീശിത്തുടങ്ങി. അഗ്നി നന്നായി ജ്വലിച്ചു. 14 ലോകങ്ങളും പ്രകാശമാനമായി. ദുഃഖമകന്ന താപസന്മാർ ജയ ജയ ശബ്ദത്തോടെ രാമനെ പുകഴ്ത്തി. ശേഷിച്ച രാക്ഷസ സൈന്യം ഓടി ലങ്കയ്ക്കകത്ത് കയറി വിലപിക്കാൻ തുടങ്ങി. സുഗ്രീവൻ, ഹനുമാൻ, നീലൻ, അങ്കദൻ തുടങ്ങിയ മർക്കടവീരന്മാർ ആർത്തു വിളിച്ച് ശ്രീരാമനെ പുകഴ്ത്തി. ജ്യേഷ്ഠൻ മരിച്ചു വീണത് കണ്ട് പരിഭ്രമത്തോടെ വിഭീഷണൻ അടുത്ത് ചെന്നിരുന്ന് ദുഃഖത്തോടെ വിലപിക്കാൻ തുടങ്ങി. വിധിബലം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇതെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ദുരഭിമാനത്താൽ എന്നെയും ഉപേക്ഷിച്ചു. മഹത്തായ ശയ്യയിൽ കിടക്കേണ്ട അങ്ങ് വെറും നിലത്ത് കിടക്കേണ്ടി വന്നതും ഇതെല്ലാം ഞാൻ കണ്ട് അനുഭവിക്കേണ്ടി വന്നതും ദൈവഹിതമാണ്. അത് ഒഴിവാക്കാൻ ആർക്ക് കഴിയും?
ഇപ്രകാരം പറയുന്ന വിഭീഷണനോട് ശ്രീരാമൻ പറഞ്ഞു, മഹാശൂരനായ രാവണൻ എന്നോട് നേർക്കുനേർ നിന്ന് നന്നായി പൊരുതിയാണ് മരിച്ചത്. ഇവനെ ചൊല്ലി കരയരുത്. അത് പരലോകപ്രാപ്തനായവന് നന്നല്ല. യുദ്ധത്തിൽ മരിക്കുന്നത് വീരന്മാരായ രാജാക്കന്മാരുടെ ധർമ്മമാണ്. യുദ്ധം ചെയ്തു മരിച്ച് വീരസ്വർഗം നേടാൻ സുഹൃതികളായിട്ടുള്ളവർക്കേ ഭാഗ്യമുണ്ടാകൂ. ഇവന്റെ ദോഷങ്ങളെല്ലാം ഇതോടെ ഒടുങ്ങി. ഇനി ഇവന്റെ ശേഷക്രിയയ്ക്ക് തയ്യാറാവുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കരഞ്ഞുകൊണ്ട് അവിടെ എത്തിയ മണ്ഡോദരി രാവണന്റെ മാറിൽ ബോധം കെട്ടു വീണു. ഉണർന്നപ്പോൾ ദുഃഖത്തോടെ പലതും പറഞ്ഞ് വിലപിച്ചു. മറ്റു സ്ത്രീകളും ദുഃഖാർത്ഥരായി കരഞ്ഞു. അപ്പോൾ ശ്രീരാമൻ വിഭീഷണനോട് ആദരപൂർവ്വം പറഞ്ഞു, ഇനി വേഗം ചിത കൂട്ടി അഗ്നി ജ്വലിപ്പിച്ച് രാവണന്റെ മൃതശരീരം ദഹിപ്പിക്കുക. ഭീഷണൻ പറഞ്ഞു, ഈ ലോകത്ത് ഇവനെപ്പോലെ ഇത്ര പാപം ചെയ്തവർ വേറെയില്ല. അതിനാൽ ഇവനെ ഞാൻ സംസ്കരിക്കുന്നത് യോഗ്യമല്ല. ഈ വാക്കുകൾ കേട്ടിട്ട് വിഭീഷണനോട് ബഹുമാനത്തോടെ ശ്രീരാമൻ പറഞ്ഞു, എൻ്റെ ശരമേറ്റ് പടക്കളത്തിൽ മരിച്ചു വീണ രാക്ഷസ രാജാവായ രാവണന്റെ പാപങ്ങളെല്ലാം നശിച്ചിരിക്കുന്നു. ഏതു വിധത്തിലുള്ള വിരോധമായാലും അത് മരണം വരെ മാത്രമേ കാണുകയുള്ളൂ. അതിനാൽ ഇവന് വിധിപ്രകാരമുള്ള മരണാനന്തര ക്രിയകൾ ചെയ്യുക. നിനക്ക് അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാകുകയില്ല. അനന്തരം വിഭീഷണൻ മുനിശ്രേഷ്ഠന്മാരുമൊത്ത് ചന്ദനം, സുഗന്ധദ്രവ്യങ്ങൾ മുതലായവ കൊണ്ട് ചിതയൊരുക്കി. വസ്ത്രം, മാല, ആഭരണങ്ങൾ മുതലായവ കൊണ്ട് രാവണന്റെ ദേഹം അലങ്കരിച്ച് വാദ്യഘോഷങ്ങൾ മുഴക്കിക്കൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്നത് പോലെ രാവണദേഹം ദഹിപ്പിച്ച് വിഭീഷണൻ തൻ്റെ ജ്യേഷ്ഠന് ഉദക്രിയ ചെയ്തു. സ്ത്രീകളെയെല്ലാം ആശ്വസിപ്പിച്ചിട്ട് വിഭീഷണൻ ചെന്ന് ശ്രീരാമനെ നമസ്കരിച്ചു. മാതലി ശ്രീരാമനെ വന്ദിച്ചിട്ട് ദേവലോകത്തേക്ക് പോയി. യുദ്ധം കണ്ടുകൊണ്ട് നിന്നവരെല്ലാം അവരവരുടെ വസതികളിലേക്ക് മടങ്ങി. ഇനി വിഭീഷണ രാജ്യാഭിഷേകം എന്ന ഭാഗം നാളെ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.